بسم الله الرحمن الرحيم. യസ്വയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റംളാൻ, വിശുദ്ധ ഖുർആൻ, റംളാൻ ക്യാമ്പയിൻ. ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله ويا حبيب الله ويا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أربع حق على الله ألا يدخلهم الجنة البتة ولا يذيقهم نعيمها: مدمن خمر، وآكل الربا، وآكل مال اليتيم بغير حق، والعاق لوالديه. صدق محمد رسول الله صلى الله عليه وسلم. يا رب واجعل رجائي غير منعكس لديك، واجعل حسابي غير منخرم. مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد. സർവാധരണീയരായ പണ്ഡിതന്മാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 4 ദിവസം മുമ്പ് നാം ചർച്ചയാരംഭിച്ച സബ്ഉൽ മൂബിഖാത്ത്, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും നിങ്ങൾ അകലം പാലിച്ചേ പറ്റൂ എന്ന് പഠിപ്പിച്ച 7 വൻദോഷങ്ങൾ. എന്നാൽ ഇന്നത്തോടുകൂടെ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കണം എന്നതുകൊണ്ട് വിഷയത്തെ പരമാവധി ചുരുക്കി അവതരിപ്പിച്ചത്. ഇന്നലെ അവസാനമായി നാം ചർച്ച ചെയ്ത പലിശയുമായി ബന്ധപ്പെട്ട് 1-2 വാക്കുകൾ ഇന്ന് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ബന്ധപ്പെട്ട പലരും 1-2 വിഷയങ്ങൾ അതിപ്രധാനമാണ്, അതേക്കുറിച്ച് പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് പറയാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ സമയം ലഭിക്കാത്തതുകൊണ്ടാണ് തൽക്കാലം അവസാനിപ്പിച്ചത്. അഥവാ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന ഈ ഷെയർ ബിസിനസ്, ഇതിൽ പങ്കാളികളല്ലാത്തവർ കുറവാണ്. 1 ലക്ഷം രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിനു മാസാന്തം 2000-ഓ 3000-ഓ 4000-ഓ 5000 വരെയും വാങ്ങി വെട്ടിവിഴുങ്ങുന്ന ഒരവസ്ഥ. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം? ഞാൻ പലപ്പോഴായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ചർച്ചയിൽ എന്തായാലും ഇത് വരേണ്ടതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് സംബന്ധമായി 1-2 വാക്കുകൾ മാത്രം പറയുകയാണ്. ഷെയർ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം, കൂറുകച്ചവടം, ഇത് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ ഒരു അധ്യായം തന്നെ നിശ്ചയിച്ചത് കാണാം. ബാബു ശിർക്ക എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ വിശാലമായിട്ട് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ ആ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ഹലാലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ പേരിൽ നടക്കുന്നതെല്ലാം ഹലാലാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഹറാമാണെന്ന് പറഞ്ഞ പലതും ആ പേര് വന്നു എന്നതുകൊണ്ട് അത് ഇസ്ലാമിക മാനപ്രകാരം ഹറാമാകണമെന്നുമില്ല. വിഷയങ്ങളെ അതിൻ്റെ നിജസ്ഥിതിയെ സമീപിക്കുമ്പോഴാണ് അതിൻ്റെ നിയമം നമുക്ക് പറയാനാവൂ. ഈ വിഷയത്തിൽ പറയാനുള്ളത് 2, 3, 4 ആളുടെ മുതൽ മുടക്കിൽ നമുക്ക് കച്ചവടം ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ ലാഭം ഓരോരുത്തരും ഇറക്കിയതിനനുസരിച്ച് അതിൻ്റെ ലാഭവിഹിതമാണ് അവന് ലഭിക്കുന്നതെങ്കിൽ പൂർണ്ണമായും ഇസ്ലാം അതിനെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി അങ്ങനെയല്ല. മറിച്ച് കൃത്യമായ ഒരു സംഖ്യ പറഞ്ഞുറപ്പിച്ച് ലാഭമായാലും നഷ്ടമായാലും, ഒന്നിരിക്കൽ ഈ പങ്കാളിക്ക് ഇവിടെ നഷ്ടം വരും, അല്ലെങ്കിൽ നടത്തിപ്പുകാരന് നഷ്ടം വരും. എന്തായാലും ശരി, എനിക്ക് 2000 കിട്ടിയേ പറ്റൂ, എനിക്ക് 3000 കിട്ടിയേ പറ്റൂ.
അതിനി 2000-ഓ 3000-ഓ 4000-ഓ ഒന്നും ആകേണ്ടതില്ല. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് കൃത്യമായിട്ട് അതിനു പകരം നിങ്ങൾ 100 രൂപ വേണമെന്ന് പറഞ്ഞാലും അത് പലിശയാണ്. ലാഭവിഹിതമായിട്ട് നിങ്ങൾക്ക് 5000 തന്നെ കിട്ടിയാലും അത് ഹലാലുമാണോ? ഇസ്ലാമിന്റെ മാനം ഈ വിഷയത്തിൽ അതാണ്. പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ലാഭവിഹിതം കൊടുക്കുന്ന ഒരു ചുറ്റുപാടല്ല, മറിച്ച് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരാളുടെ കയ്യിൽ 1, 2, 3, 4 ലക്ഷം രൂപയുണ്ടെങ്കിൽ അവൻ കടയായ കടയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കയറുകയാണ്. അവിടുന്ന് മാസം തോറും 1500 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്ര തരും. അപ്പൊ ആ 3 എൻ്റെ അടുത്ത് പിടിച്ചു വെക്കണമെന്ന് കരുതിയിട്ട് ഇയാൾ 2000 ഓഫർ ചെയ്യാണ്. എന്നാൽ തൊട്ടടുത്ത ഒരാൾ അയാൾ 3000 ഓഫർ കൊടുക്കുകയാണ്. ഒരാൾ തലപൊളിഞ്ഞ ഓഫർ കൊടുക്കുകയാണ്, ഞാൻ 5000 തരാം ലക്ഷത്തിന്. എന്നിട്ട് പിന്നെ ആ ആള് പോകുന്ന വഴി എങ്ങോട്ടാണെന്ന് തന്നെ കാണാൻ പറ്റില്ല, മുങ്ങിപ്പോവുകയാണ്. അവസാനം ഇവൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇത്തരത്തിലുള്ള മജ്ലിസുകളിൽ എത്തുന്നു ഈ പങ്കാളി. എന്തിനാ വന്നത്? ഉസ്താദേ, ഒരു 4 ലക്ഷം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, 5 ലക്ഷം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, ഒന്ന് ദുആ ചെയ്യണം. ഷെയർ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു നിയമം, ലാഭവിഹിതം അനുവദനീയമാണെന്ന് പറയുമ്പോൾ തന്നെ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ സഹിക്കാനും തയ്യാറാവണം. ഇപ്പൊ കച്ചവടം പൊളിഞ്ഞു നിൽക്കുക എങ്കിൽ അത് സഹിക്കാൻ തയ്യാറാവണം. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഷെയർ ബിസിനസിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരാള് നല്ല ബോധമുള്ള ഒരാൾ തന്നെ ഒരു ഷെയർ ബിസിനസ്സിൽ പങ്കാളിയാകുന്നു. ലാഭവിഹിതമാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെ അത് ഒരു കൃത്യമായ കണക്കവർ നൽകുകയും ചെയ്യുന്നു. പിന്നീട് ലാഭവിഹിതം നോക്കിയിട്ട് പോരാത്തതൊക്കെ പിന്നീട് നൽകും എന്ന് അവർ പറയുന്നു. ഈ തരുന്നത് എന്തായാലും ഞങ്ങൾക്ക് തരാനുണ്ടാകും. ഇങ്ങനെ ഇതിൽ കൂടി ഈ കക്ഷി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിതിൽ കൂടിയത് ഏത് അർത്ഥത്തിൽ? അപ്പം അദ്ദേഹം പറഞ്ഞു, ലാഭവിഹിതമാണ്. ഇപ്പം നമുക്കൊരു 5000-ഓ 4000-ഓ തരുന്നുണ്ടെങ്കിൽ പിന്നെ കണക്ക് കൂട്ടിയിട്ട് ഇനിയും തരാനുണ്ടാകുന്നാ പറഞ്ഞത്. അപ്പൊ തൽക്കാലം ഇതിങ്ങനെ തരുന്നേ ഉള്ളൂ. ശരി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ബിസിനസ് എന്തെങ്കിലും ഒരു ദിവസം പൊളിയാണെങ്കിൽ നിങ്ങൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഇയാള് വായു നിറച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അപ്പോഴല്ലേ ഷെയർ ബിസിനസ് അനുവദനീയാകൂ, ഹലാലാകൂ, പൊളിഞ്ഞാലും സഹിക്കാൻ പറ്റണ്ടേ, അപ്പോഴല്ലേ ഹലാലാകൂ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിന്റെ നടത്തിപ്പുകാരൻ മുങ്ങിയപ്പോ അദ്ദേഹം വാവിട്ട് കരയാണ്. ഉസ്താദേ, ഒന്ന് ദ്വാരക്കണം, ആ മുതൽ മുടക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. നമ്മൾ പറയുന്നത് പോലെ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പിന്നീട് നേരത്തെ പറഞ്ഞിടത്ത് തന്നെ ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് തന്നെ ഓരോ മാസത്തിലും വ്യത്യസ്ത കണക്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ മാസം 2000 ആണെങ്കിൽ അടുത്ത മാസം 2400 ആയിരിക്കും, തൊട്ടടുത്ത മാസം 3000 ആയിരിക്കും, തൊട്ടടുത്ത മാസം 1000 രൂപയായിരിക്കും. ഇങ്ങനെയൊക്കെ നൽകുന്നവരുണ്ട്. ഇവരും ഇത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റോടുകൂടെ നടത്തുന്നവരുണ്ട്. അവരുടെ അടുത്ത് ഇതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, തൽക്കാലം ഹലാലാണെന്ന് വരുത്താൻ വേണ്ടി ഇങ്ങനെ നടത്തുന്നു എന്ന് മാത്രം. എങ്കിൽ പങ്കാളിക്ക് കുഴപ്പമുണ്ടാകൂല, നടത്തുന്നവൻ അപ്പോഴും അപകടത്തിലായിരിക്കും. പങ്കാളിക്ക് ഇതിന്റെ ലാഹിറെ നോക്കേണ്ടതുള്ളൂ, ഇതിന്റെ പ്രത്യക്ഷ രൂപം മാത്രം നോക്കിയിട്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാവുന്നതാണ്. ഞാൻ പറയുന്നതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഷെയർ ബിസിനസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ വേണം നമ്മൾ കാണാൻ. അധിക ആളുകളും 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊണ്ടുപോയിട്ട് ജ്വല്ലറിയിൽ നിക്ഷേപിച്ച് മാസം 2000 അതിന്റെ പേരിൽ വാങ്ങിത്തിന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് വാങ്ങിയിട്ട് വിഴുങ്ങുന്നതും നമ്മുടെ കുടുംബത്തിന് നമ്മൾ തിന്നാൻ കൊടുക്കുന്നതും ഹലാലാണ് എന്ന് പറയാൻ പരിശുദ്ധ ഇസ്ലാമിന് വിഷമമുണ്ടാകും. ഇത് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കൃത്യമായ ഒരു കണക്കാണ് നൽകുന്നതെങ്കിൽ, കാരണം പലരും ലാഭവിഹിതം നൽകുന്നുണ്ട്, അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കണ്ടോളൂ, ഷെയർ ബിസിനസ്സുകാരൻ നമ്മെ മുക്കും.
അത്തരം ഷെയർ ബിസിനസ്സുകൾ പൊളിയുന്നതിൻ്റെയും അതിൻ്റെ കേമന്മാരൊക്കെ മുങ്ങിപ്പോകുന്നതിൻ്റെയും ഒരു പരമ്പര തന്നെ കേരളം കണ്ടുമടുത്തു. ഇനിയും നമ്മൾ ഇത്തരം ഒരു ഹലാക്കിൽ ചെന്ന് വീഴരുത്. ആകെ 10 സെന്റ് സ്ഥലവും വീടുമുള്ള ഒരാള്, അയാൾ 10 ലക്ഷം രൂപക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വീട് അദ്ദേഹം വിൽക്കുകയാണ്. വിറ്റിട്ട് അദ്ദേഹം ഷെയർ ബിസിനസ്സിൽ പങ്കുകൊണ്ടു. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, എന്ത് പണിയാ സുഹൃത്തെ നിങ്ങൾ ഈ ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ എന്ത് സുഖണ്ട് എനിക്കെന്നറിയോ, നിങ്ങൾ ലക്ഷത്തിന് 5000 കിട്ടുന്നത് 10 ലക്ഷത്തിന് 50,000 റുപ്യ മാസം തോറും എനിക്ക് വരുമാനാ. ഞാൻ വാടക വീട്ടിലാണ് ഞാനും എൻ്റെ പെണ്ണും എൻ്റെ കുട്ടികളും താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ എല്ലാവിധ സൗകര്യമുണ്ട്. ഒരു 2500 റുപ്യ മതി. ഞങ്ങളെ ചെലവിനൊരു 2500. 5000 എടുത്താൽ 45,000 ഓരോ മാസവും എനിക്ക് ബാലൻസ് വരികയാണ് ഉസ്താദേ. ഞാൻ പറഞ്ഞു, എന്നാലും നിങ്ങൾ തലപൊളിഞ്ഞ പണിയാണ് എടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ 10 ലക്ഷം പോയി. ഇന്ന് അദ്ദേഹം ധർമ്മസങ്കടത്തിലാണ് ഉള്ളത്. ഒരു കൂര എങ്ങനെ വെച്ച് കെട്ടുന്നു. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഒരു സത്യമുണ്ട്. وَإِنَّ كَثِيرًا مِنَ الْخُلَطَاءِ لَيَبْغِي بَعْضُهُمْ عَلَى بَعْضٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَقَلِيلٌ مَا هُمْ. ഈ സത്യം എന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. وَإِنَّ كَثِيرًا مِنَ الْخُلَطَاءِ കൂട്ടിക്കുടച്ച് ഏർപ്പാട് നടത്തുന്നവരിൽ അധിക പേരും, ഷെയർ ബിസിനസ്സുകാരിൽ അധിക പേരും, അങ്ങനെ പറയാ, കൂട്ടിക്കുടച്ച് ഏർപ്പാട് നടത്തുന്ന പലരും, അധിക പേരും ലയബ്ഗി ബഅ്ദുഹും അലാ ബഅ്ദ്, ഒരാളെ പറ്റിക്കലാണ് അതിന്റെ പതിവ്. ലയബ്ഗി ബഅ്ദുഹും അലാ ബഅ്ദ്, ഒരാളെ പറ്റിക്കലാണ് അതിന്റെ പതിവ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൂടാ. കാരണം ഇതിൽ തന്നെ സത്യസന്ധമായി ഷെയർ ബിസിനസ് നടത്തുന്നവരുണ്ടാകും. ഉസ്താദേ ഇങ്ങനെ ആക്ഷേപിക്കാമോ എന്നുണ്ടാകും. ഖുർആൻ തന്നെ തിരുത്തുന്നു, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ആദർശബോധമുള്ള ഒരു ടീമും നല്ലതു മാത്രമേ ചെയ്യാവൂ എന്ന ബോധമുള്ള ഒരു ടീമും ഒഴികെ അവരിതിന് അപവാദമായിരിക്കും. പക്ഷേ നിർത്തിയില്ല, വീണ്ടും തുടരുന്നു. വഖലീലും മാഹും, ഉണ്ടോ? വഖലീലുൻഹും, അവർ വളരെ കുറവാണെന്നല്ല ഖുർആൻ പറഞ്ഞത്. വഖലീലും മാഹും, വളരെ തുച്ഛമാണ്. ഹും, അവര്. അങ്ങനത്തെ ആൾക്കാര് ഈമാനും തഖ്വയുള്ളവരും വളരെ കുറവാട്ടോ. അത് വളരെ ഗൗരവത്തോടെ കാണണം. അതാണ് യഥാർത്ഥത്തിൽ ഈ മുങ്ങിപ്പോകലുകളുടെ വലിയൊരു യുക്തി. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ വഴിയാധാരമായി പോകുന്ന ചുറ്റുപാട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളുടെയും ധർമ്മസങ്കടമായി മാറിയിരിക്കുകയാണെന്ന് ഈ വിഷയം. അതുകൊണ്ടാണ് ആ വിഷയം ആമുഖമായി ഒന്ന് ഉണർത്താമെന്ന് കരുതിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച 2 കക്ഷികൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ളത്. അള്ളാഹു നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച 2 കക്ഷികളേ ഉള്ളൂ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്. അള്ളാഹു നബിയോട് പറഞ്ഞു, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഞാൻ ആദരിച്ച എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാൽ, എന്റെ വലിയനോട് ആർക്കെങ്കിലും വിരോധം തോന്നിയാല്, ഞാൻ ആദരിച്ചിരിക്കുന്ന എന്റെ ഇഷ്ടദാസനെ ആരെങ്കിലും നിന്ദിക്കുന്ന ഒരു ചുറ്റുപാട്, അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ചുറ്റുപാട്, മത്സരബുദ്ധി കാണിക്കുന്ന ഒരു ചുറ്റുപാട്, അവരെ തള്ളിപ്പറയുന്ന ഒരു ചുറ്റുപാട് ഉണ്ടെങ്കിൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പടച്ച റബ്ബ് പറഞ്ഞു. എന്നോടാണ് അവൻ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത് എന്നർത്ഥം. ഒന്ന്. ഇനി രണ്ടാമത്തെ കക്ഷിയാരാ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച രണ്ടാമത്തെ കക്ഷി ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ, പലിശയുടെ ശേഷിപ്പ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ.
ഇനിയും പലിശ നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ, ആ ശീലം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ ഏർപ്പാട് നിങ്ങൾ ഒഴിവാക്കണം. ഇത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. ദറൂമാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശ അല്ലാഹു ഹറാമാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാവരും പലിശയിൽ നിന്ന് ഒഴിയുന്നു. അവിടെയാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു ഇന്നലെ നിങ്ങളെ. എല്ലാവരുടെ പലിശയും ഞാനിവിടെ ദുർബലപ്പെടുത്തി കളയുന്നു, എഴുതി തള്ളുന്നു. ആദ്യമായിട്ട് തള്ളുന്നത് അവ്വലു റിബൻ അദഉഹു റിബാന റിബൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. എന്റെ സ്വന്തം എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റേതാണ് ഞാൻ എഴുതി തള്ളുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതാ ജനങ്ങളൊക്കെ പലിശയിൽ നിന്ന് അകന്നു ജീവിക്കുന്നു. എന്നാൽ പിന്നെയും ഒറ്റയും തെറ്റയുമായി പലരിലും പലിശ എന്ന ശീലം എവിടെയൊക്കെ ബാക്കിയുണ്ടോ എന്ന് കാണുമ്പോൾ പാടെ നിങ്ങളിത് ഒഴിവാക്കണം. റൂമാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. എന്താ? പലിശയുടെ അംശം നിങ്ങളിൽ നിലനിൽക്കുന്ന കാലത്തോളം, പാടെ ഈ സ്വഭാവം നിങ്ങൾ ഒഴിവാക്കാത്ത കാലത്തോളം, ഫഇല്ലം തഫ്അലൂ, നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ലേ? ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, പലിശയുമായുള്ള ബന്ധം നിങ്ങൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ, ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാഹുവും റസൂലും നിങ്ങളോട് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. പലിശക്കാരൻ ചില്ലറക്കാരനല്ല. അല്ലാഹുവിന്റെ കണ്ണിൽ വളരെ മോശപ്പെട്ടവനാണവൻ. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുമായി നമ്മൾ അടുക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതേ രൂപത്തിൽ തന്നെ പലിശക്ക് കൊടുക്കുന്നത് പോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പലിശക്ക് വാങ്ങുന്നത്, പലർക്കും പലിശ കൊടുക്കുന്നത് അത്ര വിഷയമല്ല, പലിശ വാങ്ങുന്നതേ വിഷയാക്കുന്നുള്ളൂ. എല്ലാം കുഴപ്പമാണ്. എല്ലാവരെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചാട്ടിയതാണ്. സമയമില്ല, ഇന്ന് നമുക്ക് 3 കാര്യങ്ങൾ പറയണം. 3 കൂടെ പറയാനുള്ളത് കൊണ്ട് പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1, അഖ്ലു മാലിൽ യതീം, യതീമിന്റെ ധനം പിടുങ്ങുക. ഇത് ഹറാമാണ്, വൻദോഷമാണ്. 7 പാപങ്ങളിലൊന്നാണ്, 7 മഹാപാപങ്ങളിലൊന്നാണ്. സബഉൽ മുബിഖാത്തിലെ 5ാമത്തെ വിഭാഗമാണിത്. യതീമിന്റെ ധനം ഒരു കാരണവശാലും നമ്മുടെ വയറ്റിലെത്താൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമ, അക്രമപരമായിട്ട് യതീമിന്റെ സമ്പത്ത് തിന്നുകളയുന്നവര്, ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവരുടെ വയറ്റിൽ അവർ തിന്നു നിറക്കുന്നത് തീയുണ്ടകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞു, വസയസ്ലൗന സഈറ, തീർച്ചയായും ഇവർ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കത്തിക്കരിയുന്ന നരകത്തിൽ, കത്തിച്ചാമ്പലാകുന്ന നരകത്തില് ഇവർ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കും. വസയസ്ലൗന സഈറ, യസ്ലൗൻ എന്ന് പറഞ്ഞ നരകത്തിൽ കടന്നിട്ട് കത്തിക്കരിയ, കരിഞ്ഞുകൊണ്ടിരിക്കും. വളരെ കടുപ്പമുള്ള വാക്കുകളാണ്. ഞാൻ ഈ ഒരു വിഷയം നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു വാക്കു മാത്രം എടുക്കുകയാണെങ്കിൽ വളരെ ഗൗരവമുണ്ട് ഇത് വിശദീകരിക്കാൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ നന്നായിട്ട് ഇതിനെ വിശദീകരിച്ചത് കാണാം. ഇതിന് വലിയ ഒരു വ്യാഖ്യാനം തന്നെ കൊടുത്തത് കാണാം. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ ആയത്തിറങ്ങിയത് ഗത്ഫാൻ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ്. അയാളുടെ ജ്യേഷ്ഠൻ മരിക്കുമ്പോൾ അയാളുടെ ജ്യേഷ്ഠന്റെ പിഞ്ചു പൈതൽ യതീമ, ഇയാളെ ചുമതലയേൽപ്പിക്കപ്പെട്ടു. ആ യതീമിന്റെ കാര്യവും അയാൾ ഏറ്റെടുത്തു. ആ യതീമിന്റെ വലിയായി, അവന്റെ രക്ഷാധികാരിയായി ഇയാൾ അഭിനയിച്ച് ജ്യേഷ്ഠന്റെ മുതൽ അഥവാ യതീമിന്റെ മുതല് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അത് മുഴുവനും ഇദ്ദേഹം സ്വന്തമായി പിടുങ്ങി. ഇതേക്കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമൻ
ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. ഇത് ഈ കാലഘട്ടത്തിൽ പറയാൻ പ്രസക്തിയുണ്ടോ? ഏത് കാലഘട്ടത്തിലും പ്രസക്തിയുണ്ടാകും ഈ കാര്യത്തിന്. യതീംഖാനകൾ നടത്തുന്നവർ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമായിരിക്കില്ല യതീമിന്റെ ഭക്ഷണം അകത്താകരുത് എന്നുള്ളത്. നമുക്കൊക്കെ ബാധകമാകും. കാരണം നമ്മുടെ തൊട്ടടുത്ത അയൽപക്കത്ത് താമസിക്കുന്നത് ഒരു പക്ഷേ യതീമായിരിക്കും. യതീമായ കുഞ്ഞുങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ആ യതീം മക്കളുടെ തൊടിയിൽ നിന്ന് നമ്മുടെ തൊടിയിലേക്ക് വീഴുന്ന മാങ്ങ, അതുപോലെ തന്നെ നമ്മുടെ അതിരിൽ കിടക്കുന്ന ഒരു തേക്കിന്റെ കാര്യത്തിൽ തർക്കം വരുന്നു, എന്റേതോ അയൽക്കാരൻ യതീമിൻ്റെതോ, നമ്മളതിൽ മസില് പിടിച്ച് ആ പാവപ്പെട്ട യതീം കുട്ടിയുടെ മുതലാണ് നമ്മൾ പിടിച്ചടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിരു തിരക്കിയിട്ട് അങ്ങനെ ഒരു ദുശ്ശീലമുള്ള ആളുകളുണ്ട്. ഓരോ വർഷവും 2 കൊത്ത് മണ്ണ് സ്വന്തം പറമ്പിലേക്ക് ഇങ്ങനെ കൊത്തിക്കൂട്ടുന്ന ആളുകളുണ്ട്. പതുക്കെ പതുക്കെ അതിർക്കല്ലുകൾ ഇളക്കുന്നവര്, അതിർ വരമ്പുകൾ അങ്ങോട്ടങ്ങോട്ട് കൊണ്ടുപോകുന്നവര്, എന്നിട്ട് പരമാവധി ഭൂമി ഉണ്ടാക്കുന്നവര്. അതൊക്കെ ഒരു യതീമുമായിട്ടാണ് ആ കളിയെങ്കിൽ ആരോട് കളിച്ചാലും അപകടമാണ്. യതീമുമായിട്ടാകുമ്പോൾ ഈ വിഷയത്തിന് ഗൗരവം കൂടും. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിഷയത്തിൽ ഇത് കടന്നു വരും. വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കണ്ടോളൂ. യതീമിന്റെ ധനം തിന്നുന്നവൻ വയറ്റിൽ തീയുണ്ടകളാണവൻ തിന്നു നിറക്കുന്നതെന്നും നാളെ അവന് ഇതിന്റെ പരിണതി നരകവാസമായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. സൂറത്തുൻ നിസാ 10. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്. ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് മുൽമാ, അക്രമപരമായി തിന്നുന്നവൻ. അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു കാര്യമുണ്ട് അതിനകത്ത്. അതെന്താ? അക്രമപരമല്ലാത്ത രൂപത്തിൽ, അക്രമപരമായിട്ടല്ലാതെ മര്യാദക്ക് ഹിതമായി തിന്നുന്നതിന് കുഴപ്പമില്ല. അതേതാ? ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യതീമിനെ സംരക്ഷിക്കുന്നവൻ, യതീംഖാന നടത്തുന്നവൻ, യതീമിനെ സംരക്ഷിക്കുന്നവൻ, അവന് വേണ്ടി മറ്റുള്ള ജോലിയിൽ നിന്നും മറ്റൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരാള്, അയാൾക്ക് അയാളുടെ ആവശ്യത്തിനുള്ളത് ഇൻഷാ അല്ലാഹ് അത് പറയാം. അയാൾക്ക് കഴിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന്. അത് പുറത്തു പോകാനാണ് അക്രമപരമായിട്ട് തിന്നുന്നവർ എന്ന് പറയാൻ കാരണം ഇയാളോട് തിന്നരുത് എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ ദുൽമൻ എന്ന് പറഞ്ഞതിൽ യതീമിനെ സംരക്ഷിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ ഡിമാൻഡുകളും പാലിച്ചുകൊണ്ട് യതീമിന്റെ ധനം, ആ ധനത്തിൽ നിന്ന് തന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് കരുതി, താൻ പട്ടിണിയാകുമെന്ന് കരുതി അതിന്റെ ചെറിയൊരു ഭാഗം അള്ളാഹു അനുവദിച്ചത് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു വാചകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ കൊണ്ടുവരുന്നത്. ബുൽമാ, അക്രമപരമായിട്ട് കഴിക്കുന്നവര്. ഇനി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇതേക്കുറിച്ച് തന്നെ പറയുന്നു. വമൻ കാന ഗനിയം ഫല്യസ്തഅഫിഫ് വമൻ കാന ഫഖീറൻ ഫല്യകുൽ ബിൽ മഅറൂഫ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു വമൻ കാന ഗനിയം ഫല്യസ്തഅഫിഫ്. യതീമിനെ യതീമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന യതീമിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവ് മുതലാളിയാണെങ്കിൽ, നിവൃത്തിയുള്ളവനാണെങ്കിൽ, ഈ യതീമിന്റെ എടുത്തിട്ട് വേണ്ട അദ്ദേഹത്തിന് സ്വന്തമായി അദ്ദേഹത്തിന് വകുപ്പുണ്ടെങ്കിൽ ഫല്യസ്തഅഫിഫ്, ആ ആള് യതീമിന്റെ സമ്പത്തിൽ കൈവെക്കുന്നതിനെ തൊട്ട് ഉളുപ്പ് പാലിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചോറ് വയ്ക്കാൻ വകുപ്പുണ്ടെങ്കിൽ പിന്നെ യതീമിന്റെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിടേണ്ട ആവശ്യമില്ല. ഫല്യസ്തഅഫിഫ് വമൻ കാന ഗനിയം ഫല്യസ്തഅഫിഫ് വമൻ കാന ഫഖീറ. അതേസമയം ഇയാൾ ദരിദ്രനാണെങ്കിൽ, യതീമിനെ സംരക്ഷിക്കുന്നത് വഴി ഇയാളുടെ കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ഇദ്ദേഹത്തിന് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ, ഇയാൾ ഫഖീറാണെങ്കിൽ ഫല്യഅകുൽ ബിൽ മഅറൂഫ്, ന്യായമായി അയാൾ ഭക്ഷിച്ചുകൊള്ളട്ടെ അതിൽ നിന്ന്. വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നു. ആവശ്യത്തിന്. ഇവിടെയാണ് യതീമിന്റെ രക്ഷിതാവ്. അവന് ഫ്രീ ആയിട്ട് അവനെ സംരക്ഷിക്കുക എന്നത് നടത്തുന്നില്ലെങ്കിൽ അവന് ഫഖീറാണോ, ആ ഫഖീറായ മനുഷ്യനാണെങ്കിൽ അത് ഈ യതീമിനെ സംരക്ഷിക്കുന്നത് വഴി അയാളുടെ ജോലി മുട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന്, യതീമിന്റെ സമ്പത്തിൽ നിന്ന് 2/1
2/1 മാക്സിമം, മിനിമം, മാക്സിമം അല്ല മിനിമം അദ്ദേഹത്തിന് എടുക്കാവുന്നതാണ്. കിതാബുകൾ പറഞ്ഞത് അഖല്ലുൽ അംറൈൻ, 2/1 മിനിമം അവൻ എടുക്കാവുന്നതാണ്. ഒന്നെന്ത്, ഈ ചെയ്യുന്നതിനൊരു ശമ്പളം നിശ്ചയിച്ചിട്ട് അയാൾക്കൊരു ശമ്പളം കണക്കാക്കിയിട്ട് ആ ശമ്പളം എടുക്കാം. അത് ഏറ്റവും മിനിമം ശമ്പളമായിരിക്കണം. അതുപോലെ തന്നെ ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിനും മതിയായ ഒരു ചെറിയ ചെലവ്, അതിൽ നിന്ന് മിനിമം എടുക്കുകയാണെങ്കിൽ അതിനും കുഴപ്പമില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. എങ്കിൽ ചിലപ്പോൾ യതീമിനെ സംരക്ഷിക്കുന്നവർ വാപ്പയുണ്ടാകും. ഇത് പഠിക്കേണ്ട വിഷയമാണ്. വാപ്പയായിരിക്കും യതീമിനെ സംരക്ഷിക്കുന്നത്, വല്ലിപ്പയായിരിക്കും യതീമിനെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മയായിരിക്കും യതീമിനെ സംരക്ഷിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വല്ലിപ്പയോ ഉമ്മയോ, ഇവരൊക്കെ വല്ലിപ്പയോ ഉമ്മയോ ഒക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യതീമിന്റെ സമ്പത്തിൽ നിന്ന് കഴിക്കാവുന്നതാണ്. കാരണം എന്താ, ഇവർക്കൊരു നിവൃത്തിയുമില്ലെങ്കിൽ അവർക്കിനി മിനിമം എന്ന് കണക്കാക്കേണ്ടതില്ല. കാരണം ഇവർക്ക് മുതലില്ലെങ്കിൽ ഇവരുടെ മക്കളാണ് ഇവർക്ക് ചെലവ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആ യതീമിന്റെ സമ്പത്തിൽ അവർ കൂടെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു ഉമ്മ, ആ ഉമ്മൻ്റെതല്ലല്ലോ സ്വത്ത്, ഉമ്മന്റെ ഭർത്താവിൻ്റെതാ സ്വത്ത്, കുട്ടികളെ വാപ്പൻ്റെതാ സ്വത്ത്. കുട്ടികളുടെ ഈ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഉമ്മ മിനിമേ എടുക്കാവൂന്ന് കേൾക്കുമ്പോൾ ഉമ്മക്ക് പേടിയുണ്ടാകും. ഈ ഉമ്മക്ക് ഇത് ബാധകാകൂല എന്നാ പറഞ്ഞത്. ഉമ്മക്ക് നല്ലോണം സമ്പത്തുള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മയും കരുതണം. അല്ലാത്ത അവസ്ഥയിൽ ഉമ്മക്ക് മക്കളുടെ സ്വത്തിൽ ഒരു വിഹിതം ഉമ്മക്കുണ്ടാകും. അതുകൊണ്ട് ഈ മിനിമം എന്നുള്ള കണക്കില്ല. പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നീട് ഇന്നമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ വയറ്റിൽ അവർ തിന്നുകൂട്ടുന്നത് തീയാണെന്ന് പറയുമ്പോൾ, തിന്നുക എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല ഉൾപ്പെടുന്നത്, മറിച്ച് ഏതെല്ലാം രൂപത്തിൽ യതീമിന്റെ ധനം നശിപ്പിക്കുന്നുണ്ടോ അത് മുഴുവനും ഇതിൽ ഉൾപ്പെടും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എല്ലാം പെടും. തിന്നൽ മാത്രമല്ല, അങ്ങനെ പറയരുത്. ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന യൗകുലൂന അംവാലൽ യതാമാ, യതീമിന്റെ ധനം തിന്നുന്നവരെ പറ്റിയാ ഖുർആൻ ആക്ഷേപിച്ചത്. ഞാൻ യതീമിന്റെ ധനം തിന്നിട്ടില്ല അതുകൊണ്ട് വീടെടുത്തേക്കാന്ന് പറയരുത്. ഞാനതുകൊണ്ട് വണ്ടി എടുത്തേക്കാണെന്ന് പറയരുത്. ഞാൻ യതീമിന്റെ സമ്പത്ത് കൊണ്ട് പറമ്പ് വാങ്ങിയിട്ടിരിക്കുകയാണെന്ന് പറയരുത്. തിന്നാന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന വിഷയമാണ്. അതിന് പോലും പറ്റില്ലെങ്കിൽ മറ്റുള്ളതിന് എന്തായാലും പറ്റൂല. ഇത് പറയാൻ വേണ്ടിയാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ പരസ്പര സഹകരണത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ഇത്ആം എന്ന വാക്കാണ്. ഭക്ഷിപ്പിക്കുക, ഭക്ഷണം നൽകുക. ഇതായിരിക്കും അത് ഖുർആനിൽ എവിടെ നോക്കിയാലും അങ്ങനെ ആയിരിക്കും. അതാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. യതീമിന്റെ ധനം സംരക്ഷിക്കുന്ന സമയത്ത്, യതീമിനെ സംരക്ഷിക്കുന്ന സമയത്ത്, യതീമിന്റെ ധനവുമായി ഇടപഴകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഇത്രയും കടുപ്പം അങ്ങോട്ട് കേൾപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും യതീമിന്റെ ധനം അകത്തായാൽ അത് തീ തിന്ന് നിറക്കുന്നതിന് തുല്യമാണെന്ന് കേട്ടപ്പോൾ സ്വഹാബ വല്ലാതെ വിഷമിച്ചു. സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, വലിയ വിഷമമാണ്. ഇനിയൊരൊറ്റ കുട്ടിയും യതീമിന്റെ കാര്യം നോക്കുകയില്ല. കാരണം ആ 10 പൈസ എങ്ങനെയെങ്കിലും വയറ്റിലാകോ എന്നുള്ള പേടി കൊണ്ട് അവരുമായി കൂടിക്കലർന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നില്ല. യതീമിൻ്റെത് വേറെ കലത്തിൽ, എന്റേത് വേറെ കലത്തിൽ, അങ്ങനെ എന്നും 2 കലത്തിൽ ഭക്ഷണം പാചകം ചെയ്ത് അതിന്റെ വരവ് വേറെ, അതിന്റെ ചെലവ് വേറെ, ഇങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ വലിയ പ്രയാസമല്ലേ? ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് ഹബീബിന്റെ അടുത്ത് വന്ന് പറയുന്നു. ലമ്മാ നസലത്തില്ലായത്തു തഹറജ സഹാബ, സഹാബത്ത് വന്നിട്ട് വിഷമം പ്രകടിപ്പിച്ചു റസൂലുള്ളാഹിയുടെ അടുത്ത്. വംതനഉ മിൻ മുഖാലതത്തിൽ യതാമാ, യതീമുകളുമായി ഇടപഴകാൻ കഴിയില്ല എന്നവർ പറഞ്ഞപ്പോ അല്ലാഹു തആല ഉടനെ തന്നെ പ്രതിവിധിയായിട്ട് ആയത്തിറക്കുന്നു. വയസ്അലൂനക അനിൽ യതാമാ ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ വഇൻ തുഖാലിതുഹും ഫയഖ്വാനുകും വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ് വലൗ ശാഅ അല്ലാഹു ലഅഅനതകും ഇന്നല്ലാഹ അസീസുൻ ഹകീം. നബിയേ, ഇവർ വന്നിട്ട് നിങ്ങളോട് യതീം മക്കളുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കും. ആ സമയത്ത് കുൽ, നിങ്ങൾ അവരോട് പറയണം, അനാഥകളെക്കുറിച്ച് അവർ മസ്അല ചോദിക്കാൻ വരുമ്പോ ഇസ്ലാഹുൽ ലഹും ഖൈർ, പൂർണ്ണമായി ആ വാപ്പയില്ലാത്ത മക്കൾക്ക് നന്മ വരുത്തലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്.
വേറെ വരവ്, വേറെ ചെലവ്, വേറെ പാചകം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. വൈം തുഹാലിതൂഹും, അല്ല ഇനി നിങ്ങൾ അവരുമായി കൂടിക്കലർന്ന് ജീവിച്ച് ഒരു കലത്തിലിട്ട് അവരുടേതും നിങ്ങളുടേതും കൂടെ കൂട്ടിക്കലർത്തി നിങ്ങൾ പാചകം ചെയ്ത് അങ്ങനെ കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ തൊട്ടുകൂടാൻ പറ്റാത്തവരും തീണ്ടിക്കൂടാൻ പറ്റാത്തവരുമല്ല. അപ്പൊ ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ ഇഖ്വാനിങ്ങൾ തന്നെയാണ്, അവർ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരുമായി ഇടകലർന്നുകൂടാ, ഭക്ഷണത്തിൽ കലർപ്പ് വന്നുകൂടാ, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് അവരുമായി അവരുടെ സമ്പത്തും നിങ്ങളുടെ സമ്പത്തും ഒക്കെ കൂട്ടിക്കലർത്തി അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം തരുമ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, ഇത് വെച്ച് കളിക്കുന്നവനെ പടച്ചറബ് നന്നായി അറിയും. കൂട്ടിക്കലർത്തിയിട്ട് സംഗതികളൊക്കെ നടത്തിക്കോ, പക്ഷേ അത് വെച്ചിട്ട് യതീമിൻ്റെതൊരു ഒരു വറ്റ് ഇങ്ങോട്ടാക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനെ പടച്ചവൻ അറിയും. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, യതീമിന് നന്മ വരുത്തുന്നവനിൽ നിന്ന് ആ യതീമിന് നഷ്ടം വരുത്തുന്നവൻ അള്ളാഹു തിരിച്ചറിയും കേട്ടോ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലൗ ഷാ അല്ലാഹു ലഅനതകും, അള്ളാഹു എങ്ങാനും ഇച്ഛിച്ചിരുന്നെങ്കിൽ, അള്ളാഹു എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅനതകും, അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു. എങ്ങനെ? വേറെ കലത്തിലിട്ട് വെക്കണം, വേറെ കണക്ക് വെക്കണം, അങ്ങനെ തന്നെ പറയുമായിരുന്നു. ഒരു ചെറിയ ഇളവ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് എന്തിന്റെ പേരിലാണ്? അള്ളാഹു നിങ്ങളോട് കനിവ് കാണിച്ചതാണ്. വലൗ ഷാ അല്ലാഹു ലഅനതകും ഇന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യുക്തി ഭദ്രതയുള്ളവനാണ് അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ തീരുമാനങ്ങളിൽ. അല്ലാതെ നിങ്ങളോട് ഈ കാര്യം അടിച്ചേൽപ്പിക്കാനും കണ്ണിൽ ചോരയില്ലാത്ത ഒരു പ്രഖ്യാപനം അങ്ങ് നടത്താനും കഴിയാത്തത് കൊണ്ടല്ല. അല്ലാഹു അജയ്യനാണ്. ഇന്നല്ലാഹ അസീസുൻ ഹകീം. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് യതീമിന്റെ സമ്പത്തും ഇവന്റെ സമ്പത്തും കൂട്ടിക്കലർത്താം. ആ കൂട്ടിക്കലർത്തിയതിൽ നിന്നും അവന് മറ്റുള്ളവരെ വിരുന്ന് സൽക്കരിക്കുകയും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, യതീമിന് ആ വിഷയത്തിൽ മസ്ലഹത്ത് വരണമെന്ന ഷർത്തുണ്ട്. യതീമിന്റെ ധനം കൂട്ടിക്കലർത്തിയ സ്വത്തെടുത്തിട്ട് മറ്റൊരാൾക്ക് വിരുന്ന് സൽക്കരിക്കുകയാണെങ്കിൽ, കണ്ടില്ലേ നിങ്ങൾ യതീം ഖാനകളിലൊക്കെ പലർക്കും സ്വീകരണം നൽകും, അതിൽ മസ്ലഹത്തുണ്ടാവണം. ഇപ്പൊ ഇയാൾക്കൊരു നേരത്തെ ചോറ് കൊടുത്താൽ നാളെ ഒരു ചാക്ക് അരി അയാളോട് ഇങ്ങോട്ട് വാങ്ങാ, ഇങ്ങനെ മസ്ലഹത്തുണ്ടെങ്കിൽ ആവാം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിൽ നിന്നാണ് പണ്ഡിതന്മാരത് മുഴുവനും പിടിച്ചെടുത്തത്, ഈ മസ്അല മുഴുവനും പറഞ്ഞത്. നമ്മൾ സാധാരണ ചെയ്യുന്നതാണിത്. പിന്നെയോ യതീമിന് സ്വന്തം ഒരു കലത്തിലിട്ട് വെക്കുന്നതും യതീമിന്റെ ഭക്ഷണം നമ്മുടെ കലത്തിൽ കൂട്ടിവെക്കുന്നതും ആകുമ്പോൾ ഒരുമിച്ചൊരു 10 ആക്കുണ്ടാക്കുന്നതും അതേസമയം 3 ആക്ക് വെവ്വേറെ കലത്തിലിട്ടാലും ഒരു ചെലവായിരിക്കും. അപ്പോൾ ചെലവ് ലാഭിക്കുക എന്ന നിലക്കും ഇങ്ങനെ ചെയ്യാം. യതീമിന് പ്രത്യേകമായിട്ടുള്ള ആ സമ്പത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ വയറ്റിലെത്താതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞു. എന്നാൽ അക്രമപരമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിരോധിക്കപ്പെട്ടതാണ്. അങ്ങനെയല്ലെങ്കിലോ അത് ലോകത്തിവൻ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയുമായിരിക്കും. ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ യതീമിന്റെ കാര്യം നോക്കാതെ, യതീം ഖാനകൾ നടത്താതെ, അതുപോലെ തന്നെ യതീം ഖാനകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കാര്യവും ഹാലും മാലുമായിട്ട് നീങ്ങാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? യതീമിനെ ശ്രദ്ധിക്കാത്തവനെതിരില് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതെന്തിനാ പറയേണ്ടി വന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തിനാ ഈ വണ്ടിയും വലക്കും പോകുന്നത് എന്ന് കരുതിയിട്ട് പലരും ഇതിൽ നിന്ന് മാറി നിൽക്കും. അത് പറ്റില്ല, അത് പറ്റില്ല. സമൂഹത്തിന്റെ ബാധ്യതയായി വെച്ചിരിക്കുകയാണ്. ആരാണ് മതത്തെ കളവാക്കിയവരെന്ന് നിങ്ങൾക്കറിയോ ഹബീബ്? മതം ശരിക്ക് ഉൾക്കൊണ്ടിട്ടില്ലാത്ത മനുഷ്യനാരാണെന്നറിയോ? അവൻ യതീമിനെ കൈയൊഴിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. സാധുവിന്റെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവനുമാണ്. അപ്പൊ സാധുക്കളെ സംരക്ഷിക്കാത്ത, അഗതികളെ സംരക്ഷിക്കാത്ത, അനാഥകളെ സംരക്ഷിക്കാത്ത ആൾക്ക് ദീനിൽ ഒരു സ്ഥാനവുമില്ല. പക്ഷേ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിക്കണം. അത് വേറെ
കാരണം യതീമിനെ സംരക്ഷിക്കുക എന്നതിന് വലിയ പ്രതിഫലമുണ്ട്. യതീമിന്റെ സമ്പത്തിനോട് അടുക്കരുത് എന്ന് മാത്രമല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. വലാ തഖറബൂ മാലൽ യതീം ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ. യതീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കരുത്. ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ യതീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കരുത്. അപ്പൊ നല്ല രൂപത്തിൽ യതീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കണം. എന്നിട്ടോ ആ സമ്പത്ത് ഹത്താ യബ്ലുഗ അശുദ്ധഹു, ആ യതീമിനൊരു പക്വത വരുന്നത് വരെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. എന്നിട്ടേ യതീമിന് വിട്ടുകൊടുക്കാൻ പറ്റുകയുള്ളൂ. അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി പറഞ്ഞു. മാത്രമല്ല ആ വിഷയം എത്രമാത്രം ഉമ്മത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇട്ടുതന്നു എന്നറിയോ? യതീം മക്കളെ നോക്കൂ നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് പറഞ്ഞപ്പം വലാ തഖറബൂ മാലൽ യതീം എന്ന് പറഞ്ഞ ആയത്തിന് തൊട്ട് മുമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തൻ ദിആഫാ ഖാഫൂ അലൈഹിം ഫല്ലത്തഖുല്ലാഹ വല്ലഖൂലൂ ഖൗലൻ സദീദാ. അനന്തര സ്വത്ത് വീതം വെക്കുന്ന സമയത്ത്, അനന്തര സ്വത്ത് വാപ്പ മരിച്ചു, നമ്മുടെ വാപ്പ മരിച്ച സ്വത്ത് വീതിക്കുന്ന സമയത്ത് അതാ അയൽപക്കത്തുള്ള പാവപ്പെട്ട യതീം കുട്ടികൾ വരുന്നു. നിങ്ങൾ 1/2 ഏക്കറും 1 ഏക്കറും ഒക്കെ ഓരോരുത്തരെടുത്തു. ഇഷ്ടം പോലെയുണ്ട്. തേങ്ങയും അടക്കയും റബ്ബറുമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ ഈ ഓഹരി വെപ്പ് കാണാൻ വേണ്ടി പാവപ്പെട്ട യതീം മക്കൾ അവിടെ വന്നു നിൽക്കുന്നുണ്ട്. ദാ ഉസ്മാങ്കാക്ക മരിച്ചു, അദ്ദേഹത്തിന്റെ സ്വത്ത് ഓഹരി ഭാഗമാണിന്ന്. അവിടെ പോയി നോക്കുക, വല്ലതും കിട്ടാൻ മതി എന്ന പ്രതീക്ഷയിലാണ് ആ വാപ്പയില്ലാത്ത മക്കൾ വന്നത്. ആ സമയത്ത് അവർക്ക് അവകാശമില്ലെങ്കിലും, വാപ്പന്റെ സ്വത്തിൽ അവർക്ക് അവകാശമില്ലെങ്കിലും അനന്തരാവകാശികളെ നിങ്ങളവരെ മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു ഇത് പറഞ്ഞത്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തൻ ദിആഫാ. നിങ്ങൾ പേടിക്കണം കേട്ടോ. നിങ്ങളുടെ കാലശേഷം നിങ്ങൾക്കും ഇതുപോലെ വരാലോ അല്ലേ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള അൻവർക്കയുടെ മക്കളാണ് നിങ്ങളുടെ പഠിക്കൽ വന്നത്. എന്തേ നിങ്ങൾക്ക് ആ അനന്തരം ഓഹരി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉമ്മയുടെ 50 പവൻ വീതിക്കുന്ന സമയത്ത് എന്തേ ആ യതീം മക്കൾക്ക് ഒരു യതീം കുട്ടി വന്നിരിക്കുന്നു വീട്ടിൽ. ആ യതീം കുട്ടിക്ക് എല്ലാവരും കൂടി ആലോചിച്ച് തൃപ്തിപ്പെട്ട് അതിൽ നിന്നൊരു പവനങ്ങ് എടുത്തു കൊടുക്കാൻ നിങ്ങൾക്കെന്തോ പ്രയാസമുണ്ട്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തൻ ദിആഫാ. നിങ്ങളും അൻവർ മരിച്ചതുപോലെ മരിക്കൂലേ? അൻവർ നിങ്ങളെപ്പോലെ പറന്നു നടന്നിരുന്ന പ്രായമില്ലേ? ആ അൻവർ പെട്ടെന്നല്ലേ യാത്രക്ക് പുറപ്പെട്ടതാണ്. യാത്രയിൽ പെട്ടെന്ന് ആക്സിഡന്റ് കുടുങ്ങി മരിച്ചു. ആംബുലൻസ് ആണ് വീട്ടിലേക്ക് വന്നത്. നാളെ നിങ്ങളുടെ വീട്ടുപടിക്കൽ ആംബുലൻസ് വന്ന് നിർത്തിക്കൂടെ? അൻവറിന്റെ മക്കളെപ്പോലെ നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ ദുർരിയത്തൻ ദിആഫാ, ദുർബലരായ പറക്കമുറ്റാത്ത മക്കളെ ഉപേക്ഷിച്ചിട്ടുകൂടെ? ആ പറക്കമുറ്റാത്ത മക്കളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ ഇവരെ മറ്റാരെങ്കിലും സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് മാനസികമായി താല്പര്യമുണ്ടാകോ? ഖാഫു അലൈഹിം, നിങ്ങൾ ഒന്നിനും ആവാത്ത ഈ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുമോ? ഭയപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരുടെയും മറുപടി. ഞാൻ ഇന്നങ്ങ് കണ്ണു ചിമ്മിയാൽ, ഞാനിത് പറയുമ്പോൾ ആലോചിക്കുകയാണ്, ഞാൻ നടക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് സുഖമാണ്. ഞാൻ ഇന്നങ്ങ് കണ്ണു ചിമ്മിയാൽ നാളെ എൻ്റെ മക്കൾക്ക് കഴിക്കാൻ ഒരു മാർഗവുമില്ല. എനിക്ക് പേടിയില്ലേ? ഈ ആയത്ത് ഏതൊരാളുടെയും മനസ്സിൽ തട്ടും. അടുത്ത അയൽപക്കങ്ങളിലൊക്കെ യതീമുകൾ താമസിക്കുമ്പോ നമ്മൾ കരിമീൻ കൊണ്ടുവന്ന് പൊരിച്ചു തിന്നുമ്പോ ആ യതീം മക്കൾക്കൊരു മത്തി പോലും വാങ്ങി വരാൻ സന്മനസ് കാണിക്കാത്ത മാതാപിതാക്കളോർത്തോ, നാളെ നിങ്ങൾ മരിച്ച് നിങ്ങളെ മക്കൾ യതീമായാൽ അവരെ സംരക്ഷിക്കാൻ മറ്റൊരു വാപ്പ വേണ്ടേ? അവരുടെ സംരക്ഷണ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാകൂലേ? ഉണ്ടെങ്കിൽ അല്ലാഹുവിനെ പേടിച്ചുകൊള്ളട്ടെ. അവർ പടച്ച റബ്ബിനെ പേടിച്ചുകൊള്ളട്ടെ. വൽയഖൂലു ഖൗലൻ സദീദാ, എന്നിട്ട് നല്ല സംസാരങ്ങൾ ഈ യതീം മക്കളോട് അവർ സംസാരിച്ചു കൊള്ളട്ടെ. വാപ്പല്ലാത്ത മക്കൾക്ക് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ചടപ്പിക്കല്ല. അവരോട് നല്ല സംസാരമായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. നീ നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് ഏമ്പക്കെട്ട് നിൽക്കുമ്പോഴാണ് പാവപ്പെട്ട യതീം വരുന്നത്. ആ യതീം കുട്ടിയോട് എന്തായിരുന്നു മോനെ നിന്റെ വീട്ടിലുണ്ടായിരുന്നത്?
എന്ന് ചോദിക്കുമ്പോൾ എത്തീംകുട്ടി പറയാൻ എന്റെ വീട്ടിൽ ചമ്മന്തിയും കഞ്ഞിയുമായിരുന്നു എന്ന് പറയുമ്പോ അതൊക്കെ ആയിരുന്നോ? ഇവിടെ നല്ല പൊരിച്ച കഷ്ണം മീനും, പലതരത്തിലുള്ള കഷ്ണം മീനും, പലതരത്തിലുള്ള വിഭവങ്ങളും, മാംസവും മത്സ്യവും എല്ലാം സമൃദ്ധമായിരുന്നു എന്ന് പറഞ്ഞവനെ ചടപ്പിക്കുകയല്ല വേണ്ടത്. മറിച്ച് നിന്റെ ഒരു ഭാഗം കാരുണ്യ പ്രവർത്തനം ഈ യതീമിലേക്ക് നീളുക തന്നെ വേണം. എങ്കിലേ രക്ഷപ്പെടുള്ളൂ. ഞാൻ പറയുന്നു, നമുക്കിതിന് അവസരം എവിടെയാണ് നമുക്കിതിന് അവസരം എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ അവസരമാണ്. ഈ റമദാൻ മാസത്തിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്ര യതീംഖാനയുടെ റിസീവർമാർ കയറി ഇറങ്ങി, എത്ര കൊടുത്തു? ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുക അല്ലേ? ബന്നില്ലേ ഹലാക്ക് എന്ന് കരുതിയിട്ട് 5 ഉറുപ്പിക എടുത്ത് കൊടുത്തേക്കല്ലേ? അല്ലെങ്കിൽ വാതിലടച്ചിട്ട് വാപ്പ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞേക്കല്ലേ? ഓരോരുത്തരും ആലോചിക്കണം, യതീം മക്കളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നിട്ട് ആലോചിക്കുക. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈ ശക്തമായ നിലപാടുകളെ കുറിച്ച് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിന് ആർദ്രത നൽകട്ടെ. പടച്ചോനെ, ഞങ്ങളുടെ മനസ്സ് നല്ല മയപ്പെടുന്ന മനസ്സാക്കി നീ മാറ്റിത്തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബിയോട് അല്ലാഹു പറഞ്ഞു, യാ ദാവൂദ് കുല്ലിൽ യതീമി കല്ലബിർ റഹീം വകുല്ലിൽ അർമലതി കസ്സൗജി ശഫീഖ്. പാവപ്പെട്ട അനാഥക്ക് നിങ്ങൾ നല്ല വാത്സല്യമുള്ള ഒരു ഉപ്പയെ പോലെയാവുക. വാപ്പല്ലാത്ത കുട്ടികളുടെ വാപ്പയാവണം നിങ്ങൾ. വലിൽ അർമലതി വകുല്ലിൽ അർമലതി കസ്സൗജി ശഫീഖ്. സ്നേഹാർദ്രതയുള്ള ഒരു ഭർത്താവിനെ പോലെ വിധവകൾക്ക് വേണ്ട സേവനങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അവരുടെ വീട്ടിലെ പ്രയാസങ്ങൾ, യതീമക്കളുടെ പ്രയാസങ്ങൾ, ആ വിധവയുടെ പ്രയാസങ്ങൾ നിങ്ങൾ കണ്ടറിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് അതേ രൂപത്തിലായിരിക്കും നമ്മോട് തിരിച്ചും ചെയ്യാം. ഈ ഒരു ബോധം എനിക്കും നിങ്ങൾക്കുണ്ടാവണം. നമുക്ക് നാളെ എങ്ങനെ ഒരു യതീം കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് നിലവിളിച്ചേക്കാം, നാളെ നമ്മുടെ ഭാര്യ വിധവയായേക്കാം. ഈ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ നാട്ടിൽ പാവപ്പെട്ട അനാഥകളോടും വിധവകളോടും നമ്മൾ പെരുമാറേണ്ടത്. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നാം എത്തിച്ചു കൊടുത്തേ പറ്റൂ. റമദാൻ മാസത്തിൽ ഇതിന് ഇഷ്ടം പോലെ അവസരമാണ്. നമുക്ക് കഴിയൂല. അതിനു മാത്രമല്ല, നാട്ടിൽ ഇഷ്ടം പോലെ യതീമക്കളുണ്ട്. അല്ലെങ്കിൽ പാവപ്പെട്ടവർ, യതീമക്കളെക്കാൾ എന്ന് പറയേണ്ടത് പാവപ്പെട്ടവരുടെ കഥയാണ്. കാരണം യതീമക്കൾ പലരും ഈ യതീംഖാനകളുടെ ആധിക്യം കൊണ്ട് പലരും പറയാറുണ്ട് അല്ലേ? പാവപ്പെട്ട കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളെ വാപ്പ ഹയാത്തിൽ ഉണ്ടായതാ ബുദ്ധിമുട്ടായി പോയതും. വാപ്പ മരിക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾ ഏറ്റെടുക്കാനുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഖുർആനും തന്നെ ഈ മിസ്കീന്റെ കാര്യം ഏറ്റവും കൂടുതൽ പറഞ്ഞത്. യതീമിന്റെ കാര്യം അതിന്റെ പിറകിലാണ്. എന്ന് പറഞ്ഞാൽ എണ്ണം കൊണ്ട് വിഷയത്തിൽ ഗൗരവ യതീമിന്റെ കാര്യത്തിനാണ്. പക്ഷെ എണ്ണം കൊണ്ട് നോക്കിയാൽ മിസ്കീൻ്റെതാണ് കൂടുതൽ കാണുന്നത്. തുആമുൽ മിസ്കീൻ ഇതാണ് ഏറ്റവും കൂടുതൽ കാണുക വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരതുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അവഗണിക്കപ്പെടാൻ പറ്റില്ല അഗതികള്. ഇങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ചിലരുണ്ട്, എന്ത് യതീമിന് മാത്രമേ സംഭാവന നൽകൂ. യതീം കുട്ടികളുണ്ടോ എന്നെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് സംഭാവനയുള്ളൂ. അതും ശരിയല്ല. യതീമുകൾക്ക് നേർച്ചയാക്കിയത് യതീം കുട്ടികൾക്ക് തന്നെ നൽകണം കേട്ടോ. അത് പിന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കൊടുത്താൽ അത് ശരിയാവില്ല. നേർച്ചയാക്കിയതാണെങ്കിൽ അത് യതീമിന്റെ വയറ്റിൽ തന്നെ എത്തണം. അതുകൊണ്ട് യതീമുകൾ മാത്രമുള്ള മർക്കസു സഖാഫത്ത് സുന്നിയ പോലെയുള്ള സ്ഥാപനങ്ങൾ അതുപോലെ വേറെയുണ്ട്. അവിടെ യതീം ഇസ്ലാമിക മാനത്തിലുള്ള യതീം മാത്രമേ ഉള്ളൂ. അത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക, യതീമിന് നേർച്ചയാക്കിയതാണെങ്കിൽ. പക്ഷെ അത് മാത്രം ആകരുത് നമ്മുടെ നേർച്ചയിൽ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അഗതികൾ ഒരു പ്രധാന വിഷയമായിരിക്കണം. പാവപ്പെട്ടവർ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട്. ഇത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ കാണാതിരുന്നാൽ അപകടമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ എത്ര പേര് നൽകി എന്നുള്ളത് ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുക. നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലോ എല്ലാവരും കൂടെ പോറ്റാൻ അതിനും മാർഗം പടച്ചവൻ പറഞ്ഞു അല്ലേ? അള്ളാഹു എന്തിനാ നമുക്ക് കണ്ണ് നൽകിയത്? അള്ളാഹു എന്തിനാ നമുക്ക് നാക്ക് നൽകിയത്? പടച്ചവൻ പറഞ്ഞത് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കാണാനാണ് ഈ കണ്ണ് എന്നാണ്. തീർച്ചയായിട്ടും എന്തിന് കണ്ണ് നൽകി? ഒന്നാമത്തെ ഉത്തരം കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കാണാൻ. റമദാൻ മാസത്തിൽ ഇത് പറയുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. വേറെ ഒന്നിനുമല്ല കണ്ണ് നൽകിയത്, ഒക്കെ രണ്ടാമത്തേ ഉള്ളൂ. 2ാം നമ്പറും 3ാം നമ്പറും ഉള്ളൂ. 1ാം നമ്പർ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കാണാനാണ്. നാക്ക് നൽകിയത് എന്തിന്? നമ്മൾ പറയും നല്ലത് പറയാൻ. ശരി, ഞാൻ പറയുന്നത് കണ്ണുകൊണ്ട് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കണ്ട് ഈ നാക്കുകൊണ്ട് ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇല്ലാത്തവന് കൊടുക്കാനാണ് അല്ലാഹു തആല നാക്ക് നൽകിയത്. കണ്ണുകൊണ്ട് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കാണുക, എന്നിട്ട് നാക്കുകൊണ്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ പറഞ്ഞു വാങ്ങിക്കൊടുക്കുക ഉള്ളവന്. ഇതിനാണ് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും കണ്ണ് നൽകിയത്, നാക്ക് നൽകിയത്. യാതൊരു സംശയവും വേണ്ട. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നു, അലം നജ്അൽ ലഹു
ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ ഫലഖ്തഹമൽ ലഖബ വമാ അദ്റാക മൽ ലഖബ ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ സുമ്മ കാന മിനൽ ലദീന ആമനൂ. എത്ര ഭംഗിയായിട്ടാണ് ആ വിഷയങ്ങളൊക്കെ അല്ലാഹു അവതരിപ്പിച്ചത്. അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് സുന്ദരമായ രണ്ട് കണ്ണുകൾ ഞാൻ നൽകിയില്ലേ, കാണാൻ പറ്റുന്ന രണ്ട് കണ്ണ്. വലിസാനം വശഫതൈൻ, പുടമായി സംസാരിക്കാൻ നല്ല ഒരു നാക്കും നല്ല രണ്ട് അധരങ്ങളും ചുണ്ടുകളും കീച്ചുണ്ടും മേൽച്ചുണ്ടും ഞാൻ നൽകിയില്ലേ. കണ്ണും മൂക്കും കയ്യും കണ്ണും മൂക്കും നാക്കും ഒക്കെ നൽകിയില്ലേ. ഇതെന്തിനാണ് ഇത് നൽകിയിട്ട്? ഫലഖ്തഹമൽ ലഖബ വഹദൈനാഹുൻ നജ്ദൈൻ, ആ മനുഷ്യന് വിജയപരാജയത്തിന്റെ കൃത്യമായ രണ്ട് റൂട്ടുകൾ ഞാൻ വരച്ചു കൊടുത്തു. ഇതിലെ പോയാ സ്വർഗത്തിക്കെത്താം, ഇതിലെ പോയാ നരകത്തിക്കെത്താം, ഇങ്ങനെ കാണിച്ചു കൊടുക്കും ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് ഫലഖ്തഹമൽ ലഖബ, അവൻ എന്തുകൊണ്ട് കടമ്പ കടക്കാൻ തയ്യാറായില്ല? അല്ലാഹു ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അവൻ കടമ്പ കടക്കാൻ തയ്യാറായില്ല? വിജയം വരിക്കാനുള്ള കടമ്പ, മലമ്പാത താണ്ടാൻ എന്തുകൊണ്ട് അവൻ തയ്യാറായില്ല? മലമ്പാത കഷ്ടപ്പെട്ട് താണ്ടിക്കടക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? ഏതാണ് ഇപ്പൊ ദീനുൽ ഇസ്ലാമിനെ പറ്റി അപ്പൊ ഈ പറഞ്ഞത്? മലമ്പാത എന്നൊക്കെ പറഞ്ഞത് എന്താ? അവൻ കടന്നു തീർക്കേണ്ട കടമ്പ എന്തു പാലമാണ് ഇവൻ കടന്നു തീർക്കേണ്ടത്? ഏതു മലമ്പാതയാണ് ഇവൻ താണ്ടേണ്ടത്? ഖുർആൻ പറയുന്നു വമാ അദ്റാക മൽ ലഖബ. ഞാൻ ഈ പറഞ്ഞ മലമ്പാത ഏതാണ്, കടമ്പ ഏതാണെന്ന് നിനക്കറിയോ മനുഷ്യ? അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ഫഖു റഖബ, ഫഖു റഖബ, കുടുങ്ങിക്കിടക്കുന്നവനെ അവന്റെ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കലാണ് ഒന്നാമത്തെ കടമ്പ. ഫഖു റഖബ. നാട്ടിലൊരാളുണ്ട്, വീട്ടുപണി നടക്കുകയാണ്, ലിൻഡൽ വരെ എത്തിയിട്ടുള്ളൂ, മെയിൻ സ്ലാബ് ഇടാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുകയാണ്. നമ്മളെ കണ്ണിൽപ്പെട്ടിട്ട് കുറെ ആയി. അപ്പോഴാണ് നമ്മൾ 1,00,000 മതിൽ കുത്തുന്നത്. ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ലക്ഷങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ആണ് എങ്കിൽ നിന്റെ അക്കൗണ്ട് ബാലൻസിൽ നിന്ന് അയാളെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഒരു 50,000 രൂപ അങ്ങോട്ട് ഒരു ലീഫ് എഴുതി കൊടുത്ത്, ഒരു ചെക്ക് ലീഫ് എഴുതി കൊടുത്തിട്ട് 50,000 ഉറുപ്പ്യ ഇതാ, നിങ്ങൾ പോയിട്ട് ഈ 50,000 കൊണ്ട് ആ മെയിൻ സ്ലാബിന്റെ പണി തീർത്തോ, അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും ഉറപ്പാ. എന്നിട്ട് പറയും അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് പറയും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഇതില്ലാതെ പടച്ചവനോട് നിങ്ങൾ നേരം വെളുക്കോളും കരഞ്ഞിട്ട് കാര്യമില്ല. തൊട്ട അയൽപക്കത്ത് കിടക്കുന്നവൻ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ നമ്മൾ നേരം വെളുക്കോളും കണ്ണീരുകൊണ്ട് കലങ്ങി, കണ്ണീര് കലക്കി, കണ്ണീരുകൊണ്ട് മുഖം കഴുകിയിട്ട് പടച്ചവൻ പുറത്തു തരൂല. ഉറപ്പാണ് ആ കാര്യം. അള്ളാഹുവാ പറയുന്നത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചെങ്കിലേ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുള്ളൂ. ആകാശത്തിന്റെ അധിപൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു, ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. അപ്പൊ ഇതിൽ നിന്നൊന്നും നമ്മൾ അകന്നു പോകാൻ പാടില്ല. കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് പലരും കാണുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ അയൽക്കാരുടെ കഷ്ടപ്പാട് കാണുന്നില്ല? എന്തുകൊണ്ട് സഹകൂട്ടുകാരുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല? പിന്നെ എന്ത് റമദാനാണ് നമുക്ക്? ഈ റമദാനിന്റെ സന്ദേശം തന്നെ ഇതൊക്കെ കാണുക എന്നുള്ളതല്ലേ? കഴിഞ്ഞില്ല. ഫഖു റഖബ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ മിസ്കീനൻ ദാ മത്രബ. ഫഖു റഖബ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അർത്ഥം തലയൂരി കൊടുക്കുക എന്നാണ്. നേരാ വാക്കിന്റെ അർത്ഥം തലയൂരുക, കഴുത്തൂരി കൊടുക്കുക. ഈ കഴുത്തൂരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അടിമച്ചങ്ങലയിൽ നിന്ന് അവരുടെ കഴുത്ത് ഊരി കൊടുക്കുക, അതതിന്റെ പ്രഥമാർത്ഥമാണ്. പിന്നെ മഹാന്മാർ അതിന് കൊടുത്ത മറ്റൊരർത്ഥം കടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവനെ ആ കടത്തിൽ നിന്ന് തലയൂരി കൊടുക്കുക. ഓരോ പ്രതിസന്ധിയിലും കുടുങ്ങിയ ആളുകൾ സാധാരണ പറയാറുണ്ട്, എന്നെ അതിൽ നിന്നൊന്ന് തലയൂരി തരുമോ എന്ന് ചോദിക്കാറുണ്ട്. എന്റെ തല അതിൽ നിന്നൊന്ന് ഊരി തരുമോ? അതാണ് ഫഖു റഖബ. പട്ടിണിയുള്ള സീസണിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ആർക്ക്? മിസ്കീന യതീമന്ദാ മഖറബാഉ മിസ്കീനന്ദാ മത്രബാ. പാവപ്പെട്ട അഗതിക്കും അനാഥക്കും നിങ്ങൾ ഭക്ഷണം നൽകിയേ പറ്റൂ പട്ടിണിയുള്ള സീസണിൽ. അതിനാണ് നിങ്ങൾക്ക് കണ്ണും നാക്കും നൽകിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കണ്ണുകൊണ്ട് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കാണാ. നിന്റെ പോക്കറ്റിലില്ലേ ഉള്ളവൻ ഒരുപാടുണ്ട് സുഹൃത്തേ ഇവിടെ. ആ ഉള്ളവനിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചില്ല. ഞങ്ങളെ നാട്ടിൽ ഇത്ര പാവപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങൾ ഇന്ന ഒരു റിലീഫ് പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ആചാര്യ ഒരു 5000 കൊണ്ട് തരണമെന്ന് പറ. എന്നിട്ട് ആചാര്യോട് വാങ്ങിയിട്ട് ഈ പാവപ്പെട്ടവനെത്തിക്ക്. അതിനാണ് ഈ നാക്ക് അല്ലാഹു നൽകിയത്. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. നോക്ക്, നിങ്ങൾ അല്ലാഹു കൊടുത്ത നാക്കിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് ഈ പാവപ്പെട്ട സമൂഹത്തിന്റെ വിശപ്പും ഈ പാവപ്പെട്ട സമൂഹത്തിന്റെ വേദനയും മനസ്സിലാക്കിയിട്ട്
ആ നാക്കുപയോഗിച്ച് ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇല്ലാത്തവന്റെ പോക്കറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, വയറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, ഇല്ലാത്ത ഏരിയയിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർവോപരി ഇസ്സത്ത് നൽകട്ടെ. എത്ര വലിയ സേവനമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ചെയ്യുന്നത്. നമ്മളാരെങ്കിലും ശ്രദ്ധിച്ചോ? നമുക്ക് ആകെ കഴിയുന്ന സേവനം എന്താ? ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. നേരം വെളുത്ത് സുബഹി നിസ്കരിച്ച് ചായമക്കാനയിൽ വന്നിരുന്നിട്ട് ആ മനുഷ്യനെ 4 എണ്ണം പറയാൻ പറ്റിയെങ്കിൽ പറയും. ഇതാപ്പം നമ്മൾ ചെയ്യുന്ന സേവനം കേട്ടോ. റസൂലുള്ളാഹി പറയുന്നത്, മൻ ആല സലാസതൻ മിനൽ ഐതാം, 3 യതീം മക്കളെ ഒരാൾ പരിപാലിച്ചാൽ. ഈ സദസ്സിലുള്ളവരുടെ ഓരോരുത്തരുടെയും കണ്ണു തുറക്കണം. 3 യതീമുകളെ ഒരാൾ പരിപാലിച്ചാൽ, ഏറ്റെടുത്ത് പരിപാലിച്ചാൽ, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പഠനം ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയാൽ, കാന കമൻ ഖാമ ലൈല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്. വസാമ നഹാറഹു, പകല് മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. വഗദാ വറാഹ ശാഹിറൻ സൈഫഹു ഫീ സബീലില്ലാഹ്, രാവും പകലുമില്ലാതെ വാളൂരി അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരത്തിന് പോകുന്നവനെ പോലെയാണ്. ഹബീബ് പറയുന്ന വാക്കുകളാത്. വകുന്തു അന വഹുവ, ഞാനും അവനും ഫിൽ ജന്നതി അഖവാൻ, സ്വർഗത്തിൽ കൂട്ടുകാരാണ്. കമാ അന്നഹാതൈനി ഉഖ്താൻ, മുത്തുനബി പറയുന്നു ഇവർ രണ്ടുപേരും കൂട്ടുകാരായതുപോലെ എന്ന് പറഞ്ഞ സ്വർഗത്തില് ഈ യതീമിനെ സംരക്ഷിക്കുന്ന അനാഥ സംരക്ഷകന് എന്റെ കൂടെ ഇതുപോലെ സ്വർഗത്തിലിരിക്കാൻ പറ്റുമോ? എന്റെ സാമീപ്യം നേടും. നിങ്ങളൊന്ന് ആലോചിക്കാം, 3 യതീമുകളെ സംരക്ഷിച്ചാലായി പറഞ്ഞത്. അപ്പൊ 3000 4000 സംരക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുനയുടെ വലുപ്പത്രയാണ്. അള്ളാഹു ആ തണലിൽ നമ്മളെയും കൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരട്ടെ. അവർക്ക് വേണ്ടി അവരുടെ പിന്നിൽ നിന്ന്